It's been 30 years. We shot a beautiful song, an iconic song in this beautiful location. And it's wonderful to come back here because I don't recognize most of the places. Things have changed so much in 30 years, but the feel is the same. No, the emotion is the same. And today the film lives in people's mind because of the location of Baikal, the tune, and the poignant emotions that you see in the film. സിനിമാ ടൂറിസത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സഭയിൽ പറഞ്ഞിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട സിനിമകൾ പലതും ഷൂട്ടിംഗ് നടത്തിയ കേന്ദ്രങ്ങളുണ്ട്. ഞാൻ ഇന്നലെ പാലക്കാടിനെ കുറിച്ച് പറഞ്ഞു. ആ കേന്ദ്രങ്ങളെ ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്നുള്ളത് ഒരു ലക്ഷ്യം വെച്ച് നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. ഇവിടെ ബേക്കലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മണിരത്നത്തിന്റെ മനോഹരമായ ബോംബെ എന്നുള്ള സിനിമ. അത് കണ്ടവരായിരിക്കും ഈ സഭയിലിരിക്കുന്ന എല്ലാവരും. അതിൽ നമുക്ക് ഒരു കാലത്തും നാം ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനമാണ് ഉയിരേ എന്ന് തുടങ്ങുന്ന ഗാനം. റഹ്മാൻ സംഗീതം പകർന്ന ഉയിരേ എന്നുള്ള ഗാനം. അപ്പോ പഴയ ബോംബെ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന നിലയിലേക്ക് അരവിന്ദ് സ്വാമിയെയും AR റഹ്മാനെയും മണിരത്നത്തെയും ബേക്കലിൽ കൊണ്ടുവന്ന് ഒരു പരിപാടി ആലോചിക്കാനും അതിലൂടെ ബേക്കൽ ടൂറിസത്തെ സജീവമാക്കാനുമുള്ള ആലോചനയുണ്ടായി. അതിന്റെ ഭാഗമായി മണിരത്നവുമായി ഇതിനകം തന്നെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ടീമിനുമായി അവിടെ വരാം എന്ന് അറിയിച്ച വിവരവും സന്തോഷത്തോടുകൂടി ഞാൻ ഈ സഭയെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇവിടെ മിസ്സായതിൽ അരവിന്ദ് സ്വാമി അതുപോലെ AR റഹ്മാനാണ്. ബഹുമാന്യരായ രണ്ടുപേരെയാണ് മിസ്സായത്. എന്തായാലും ഇവിടെ ബഹുമാന്യരായ മണിരത്നം സാറും ബഹുമാനപ്പെട്ട മനീഷ കൊറാലിയും രാജീവ് ജിയും ഇവിടെ വന്നത് കേരള ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിലേക്കുള്ള ആവേശം നൽകുന്ന കാര്യമാണ്, കരുത്ത് നൽകുന്ന കാര്യമാണ്. ഈ പദ്ധതി കുറേയേറെ ആളുകളിൽ എത്തുന്ന കാര്യമാണ്. ഈ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രം ലോകപ്രസിദ്ധമാണ്. അത് കൂടുതൽ പ്രസിദ്ധമായി മാറുന്നതിൽ സഹായകരമാണ്. താങ്ക് യു സർ.